പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ക്ലാസ് മുറികളുടെ ചുമരുകളിൽ നിന്ന് പറന്ന് ആകാശങ്ങളിലേക്ക് പറന്ന് വർണ്ണപ്പൂമ്പാറ്റകളായിട്ട് നിങ്ങൾ പറന്ന് രസിക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ യൂണിഫോം നിർബന്ധമാക്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയതാണ് കുഞ്ഞുങ്ങൾ വർണ്ണപ്പൂമ്പാറ്റകളായി പറന്ന് രസിക്കട്ടെ എന്ന്. ഇത് മാത്രമല്ല, തൃശ്ശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. കുട്ടികളെല്ലാം ഓണത്തിനോ ഒക്കെ അപ്പനും അമ്മയും അച്ഛനും ബന്ധുക്കൾ സ്വന്തക്കാരെല്ലാം വാങ്ങിക്കൊടുത്ത ഡ്രസ്സെല്ലാം തച്ച് വെച്ചിരിക്കുക. പുറത്തിറക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും പുറത്തിറക്കട്ടെ. പക്ഷേ ഈ വാർത്തയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് സ്കൂളുകൾ, ആ സ്കൂളുകളിൽ വരുന്ന പലതരം വിദ്യാർത്ഥികൾ, അതിൽ എത്ര കുട്ടികൾക്ക് ഇത്തവണ ഓണത്തിന് ഓണക്കോടി ഉണ്ടാകുമെന്നുള്ള ഒരു സ്വാഭാവിക സംശയമുണ്ട്. ഒരു ക്ലാസ്സിലെ 40 പേരിൽ 39 പേരും ഓണക്കോടി, ഏറ്റവും വിലപിടിപ്പുള്ള ഓണക്കോടിയൊക്കെ ധരിച്ച് വന്നാൽ പോലും അത് വാങ്ങിക്കാൻ കഴിയാത്ത, കഴിഞ്ഞ ആഴ്ചയും ഇട്ട അതേ വസ്ത്രം ഇട്ട് വരുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇവരെ പോലെ വർണ്ണപ്പൂമ്പാറ്റയായിട്ട് പറന്ന് നടക്കാൻ കഴിയുമോ എന്നുള്ള ഉത്കണ്ഠയുമുണ്ട്. സാധാരണ എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ യൂണിഫോം വെക്കുന്നത് എന്നാണെങ്കിൽ, എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ വിലപിടിപ്പുള്ള പലതരം വസ്ത്രങ്ങൾ ധരിച്ച് അത് കാണിച്ച് മേലിനടിക്കാൻ വരുന്നവരുടെ ഇടയിൽ ഏതെങ്കിലും കുട്ടിക്ക് അപകർഷം ഉണ്ടാകാതിരിക്കുക എന്നുള്ള താല്പര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഓണക്കോടി ഉണ്ടാവുമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സുവർണകാലം വന്നിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവിക സംശയം വരുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ തീരുമാനം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുമെന്നതിൽ സംശയമില്ല. ഓണത്തിന് എല്ലാ കുട്ടികൾക്കും ആ രീതിയിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വർണ്ണപ്പൂമ്പാറ്റകളെ പോലെ ക്ലാസ് മുറികൾക്കകത്തും ക്ലാസ് മുറികൾക്ക് പുറത്തും പറന്ന് നടക്കാൻ കഴിയട്ടെ എന്ന് കേരള വിഷൻ ന്യൂസും ആശംസിക്കുന്നു.